നമസ്തേ. എ രാജ എന്നൊരു DMK നേതാവിനെ അറിയാത്തവർ ഭാരതീയരിൽ ആരും ഉണ്ടാവുകയില്ല. അഴിമതി വീരൻ എന്ന ലേബലിലായിരിക്കും നാം അദ്ദേഹത്തെ അറിയുക. പക്ഷേ അഴിമതി കേസുകളിൽ നിന്നൊക്കെ അദ്ദേഹം മുക്തനായി നിൽക്കുകയാണിപ്പോൾ. പിന്നെ അനധികൃത സ്വത്ത് സമ്പാദന കേസുകളിൽ അദ്ദേഹം ഇപ്പോഴും പ്രതിയാണ്. ആയിരക്കണക്കിന് കോടി രൂപ രാജ്യത്തിന് നഷ്ടം വരുത്തിയ 2G സ്പെക്ട്രം ലേലക്കേസ് അദ്ദേഹം പ്രതിയായിരുന്നു. അത് വല്ലാതെ ഊതിയുറപ്പിച്ച കേസാണെന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ CBI കോടതി അയാളെ വെറുതെ വിടുകയുണ്ടായി. പിന്നീട് ദില്ലി ഹൈക്കോടതിയിൽ ആ കേസ് വന്നിരുന്നു. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് എനിക്ക് നിശ്ചയമില്ല. അതെന്തെങ്കിലും ആട്ടെ, ഇപ്പോഴദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കാൻ കാര്യം, കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞു, രാമനും രാമായണവും ഒന്നും ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾ തമിഴന്മാരത് അംഗീകരിക്കത്തില്ല, ഞങ്ങൾ ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കത്തില്ല. ഈ തമിഴൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജയാണോ? അതാണ് എനിക്ക് അയാളോട് ചോദിക്കാനുള്ളത്. രാജ, നിങ്ങളല്ല തമിഴർ. തമിഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തമിഴർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ജനതയാണ്, ഒരുപാട് പാരമ്പര്യമുള്ള ഒരു ജനത. അതിൽ ഒരു രാജ എന്താണ്? അണുവുമായിട്ടില്ല. രാജ നിന്നിട്ട് പറയുന്നത് തമിഴന്മാർ അംഗീകരിക്കത്തില്ലെന്ന്. രാജയുടെ അംഗീകാരം ആർക്കും വേണ്ട. രാമേശ്വരവും രാമനാഥപുരവും രാമസേതുവും ഒക്കെ ഉള്ളിടത്തോളം കാലം ഇന്ത്യ ഒന്നാണെന്ന ബോധം എല്ലാവർക്കും ഉണ്ടാവും. രാമസേതുവും രാമേശ്വരവും രാമായണവും രാമനാഥപുരവുമൊക്കെ എങ്ങനെ വന്നു? ഈ DMKയുടെ മുത്തപ്പൻ പെരിയോരുടെ പേരെന്തായിരുന്നു? രാമസ്വാമി നായ്ക്കർ അല്ലേ? ഈ അതിലുണ്ട് രാമ. അതായത് ഇന്ത്യയെ ആസേതു ഹിമാചലം യോജിപ്പിക്കുന്ന ഒരു പേരാണ് രാമചരിതം. രാമചരിതം എന്ന് പോകട്ടെ, രാമചരിതം കള. ഇന്ത്യ വിവിധ പ്രദേശങ്ങൾ, വിവിധ സംസ്കാരങ്ങൾ, വിവിധ ഭാഷകൾ എല്ലാം ഉള്ള ഒരു ബൃഹത്തായ രാജ്യമാണ്. അതിന് യാതൊരു സംശയമില്ല. അത് ആരാ അംഗീകരിക്കാത്തത്? പക്ഷേ ഈ വ്യത്യസ്തതകളെയെല്ലാം, ഈ വൈവിധ്യത്തെയെല്ലാം കോർത്തിണക്കുന്ന ഒരു വലിയ ചൈതന്യം ഇന്ത്യയിൽ ആസേതു ഹിമാചലം നിലനിന്നിരുന്നു. എല്ലാ കാലത്തും നിലനിന്നിരുന്നു. പുരാതന കാലം മുതൽ തന്നെ നിലനിന്നിരുന്നു. അതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ്, ഒരു തെളിവായിട്ടാണ് ഞാൻ രാമസേതുവിൻ്റെയും രാമായണത്തിൻ്റെയും രാമനാഥപുരത്തിൻ്റെയൊക്കെ കാര്യം പറയുന്നത്. ഇത് പണ്ട് പുരാതന കാലം മുതൽ തന്നെ ഈ ഐക്യം, അത് ഇന്ത്യയുടെ പൈതൃക സ്വത്തായിട്ടുള്ള ആത്മീയ തത്വങ്ങളിൽ അധിഷ്ഠിതമാണ് ആ പാരമ്പര്യം. ഭാഷ ഏതുമായിക്കോട്ടെ, ദേശം ഏതുമായിക്കോട്ടെ, അവിടുത്തെ ജീവിത രീതി, ജനങ്ങളുടെ ജീവിത രീതി എങ്ങനെ ആയിക്കൊള്ളട്ടെ, പക്ഷെ അവരെ എല്ലാം ഒരു നൂലിൽ കോർത്തതുപോലെ കോർക്കപ്പെട്ട ആ നൂലാണ് ഭാരതത്തിൻ്റെ ആത്മീയ ചിന്ത എന്ന് പറയുന്നത്. അതിനെ ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. ഭാരതത്തിൽ എവിടെ ചെന്നാലും ഇതിൻ്റെ ആ നൂലിൻ്റെ ഒരു കഷണം, നൂലിൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് കാണാൻ പറ്റും. അതാണ് ഭാരതത്തിൻ്റെ ഐക്യം എന്ന് പറയുന്നത്. വൈവിധ്യത്തിലെ നാനാത്വത്തിലെ ഏകത്വമാണ്. അതാണ് ഈ ഭാരത ആത്മീയ ദർശനവും അത് തന്നെയാണ്. രൂപങ്ങളിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. മനുഷ്യർ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും തമ്മിൽ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവരുടെ രൂപങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഇവരെല്ലാം നിലനിർത്തുന്ന സർവ്വവ്യാപിയായ ഒരു ചൈതന്യമുണ്ട് എന്നാണ്. സർവ്വവ്യാപിയാണ് ആ ചൈതന്യം. അതുകൊണ്ടാണ് ഇന്ന് ഈ ആത്മീയ തത്വം പിറന്ന നാടെന്നുള്ള നിലയിൽ ഇന്ത്യ ഇന്നും ഏകത്വമാർജിച്ച് നിൽക്കുന്നത്. അത് ഈ രാജയെ പോലുള്ള മന്ദബുദ്ധികൾക്ക് മനസ്സിലാകുകയില്ല. രാമസ്വാമി നായ്ക്കർക്ക് അത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് രാമസ്വാമി നായ്ക്കർ വല്ല രാമായണത്തിലോ അല്ലെങ്കിൽ മഹാഭാരതത്തിലോ പറയുന്ന കഥകൾ പഠിച്ചിട്ട്, കഥകൾ വായിച്ചിട്ട് ഹിന്ദുമതത്തെ അധിക്ഷേപിക്കുന്നത്. ഹിന്ദുമതം എന്തോ കൊള്ളരാത്ത ഒരു സാധനമാണെന്ന് പറയുന്നത് പറഞ്ഞാൽ തത്വങ്ങൾ അറിഞ്ഞുകൂടാ. തത്വങ്ങൾ അവരൊന്നും പഠിച്ചിട്ടില്ല.
തത്വങ്ങൾ പഠിക്കണമെങ്കിൽ ഉപനിഷത്തുകളും ഗീതയും ഒക്കെ പഠിക്കണം. ഉപനിഷത്തുകൾ അടിസ്ഥാനപരമായിട്ട് ദശോപനിഷത്തുകൾ പഠിക്കണം, അതിലെ തത്വങ്ങൾ പഠിക്കണം. അതറിഞ്ഞുകൂടാത്ത രാമസ്വാമി നായ്ക്കർ പറയുന്നത് കേട്ടിട്ട് ഇവിടെ ആളുകൾ എടുത്തു ചാടി അതിൻ്റെ പുറത്ത് അവരുടെയും കൂടെ മണ്ടത്തരം ചേർത്ത് ഏറ്റവും വലിയ മണ്ടന്മാരായിട്ട് അവർ മാറിയിരിക്കുകയാണ്. ഇത് രാജ്യത്തിന് അല്ലെങ്കിൽ അവരുടെ തന്നെ നിലനിൽപ്പിന് ദോഷമേ ചെയ്യൂ. ഇപ്പം ഈ തമിഴന്മാരെ എന്ത് ചെയ്യാൻ പോകുന്നതാണ്? ഈ രാജായും കക്ഷികളുമൊക്കെ എന്ത് ചെയ്യാൻ പോകുന്നു? ഇന്ത്യയിൽ നിന്ന് വേർപെട്ട് വേറെ മാറാൻ പോകുന്നോ? മാറുന്നതിൻ്റെ പിറ്റേന്ന് നിങ്ങൾ വേറെ ആളുകളാവും. വേറെ ആളുകളെന്ന് പറഞ്ഞാൽ വേറെ ആളുകളുടെ അധീശത്വത്തിന് കീഴിലാകും നിങ്ങൾ. പിന്നെ കിടന്ന് കയ്യും കാലും ഇട്ട് അടിക്കാൻ പാടില്ല. അങ്ങനെ ആർക്കും ഇന്ത്യയിൽ നിന്ന് മാറിപ്പോകാൻ പറ്റത്തില്ല. അതിൽ ഒരു രാജയോ രണ്ട് രാജയോ ഒരു സ്റ്റാലിനോ ഒരു ഉദയനിധിയോ ഒന്നും ചേർന്നതല്ല തമിഴ്നാടെന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ വേറെ ആൾക്കാരുണ്ടല്ലോ, ബഹുഭൂരിപക്ഷം ജനതയുണ്ട്. അവരൊക്കെ ഈ പൊട്ടൻ വചനങ്ങൾ കേട്ട് നിങ്ങളുടെ കൂടെ വരുമെന്ന് രാജ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വെറുതെ പ്രശ്നം ഉണ്ടാക്കി ഈ നാട്ടുകാരെ തമ്മിൽ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കരുത്. ദേശത്തിൻ്റെയും ഭാഷയുടെയും അല്ലെങ്കിൽ ഒരു ജീവിത രീതികളുടെയും ഒക്കെ കാര്യം പറഞ്ഞ് ഭാരതീയരെ ഭിന്നിപ്പിക്കരുത്. നിങ്ങൾ കാണിക്കുന്ന വലിയ വലിയ തെറ്റാണ്, രാജ്യത്തോട് ചെയ്യുന്ന തെറ്റാണ്. ഭാരതത്തെ അമ്മയായിട്ട് കാണാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ? നിങ്ങൾ പിറന്ന മണ്ണിനെ നിങ്ങൾ എന്തുകൊണ്ട് മാനിക്കുന്നില്ല? ഭാരതത്തിൻ്റെ ഒരു സൃഷ്ടിയാണ് നിങ്ങളും. ഭാരതം എന്ന ബൃഹത്തായ രാജ്യത്തിൽ നിന്ന് നിങ്ങൾ ഒന്നും സ്വീകരിച്ചിട്ടില്ലേ? നിങ്ങൾ ഒന്നുമില്ലെങ്കിലും നിങ്ങൾ കേന്ദ്രമന്ത്രിയായിട്ടിരുന്ന ആളല്ലേ? നിങ്ങൾ എന്തിനാ അവിടെ കേന്ദ്രമന്ത്രിയായിട്ട് പോയി? നിങ്ങൾ അങ്ങനെ ഇരിക്കാൻ പാടുണ്ടോ? ഭാരതം മാതാവല്ല, ഭാരതം നിങ്ങളുടെ രാജ്യമല്ല, വ്യത്യസ്ത രാജ്യമാണ്, നിങ്ങൾ തമിഴ് രാജ്യത്തിലെ ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞല്ല നിങ്ങൾ എന്തിനാ കേന്ദ്രമന്ത്രിസഭയിൽ അംഗമായത്? അപ്പം കിട്ടാവുന്നതൊക്കെ ഊറ്റിയെടുക്കുക, എന്നിട്ട് സ്വന്തം സാമ്രാജ്യം സ്ഥാപിക്കുക. ഇതാണ് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങൾ വാസ്തവത്തിൽ ചെയ്യുന്നത് രാജ്യദ്രോഹമാണ്. നിങ്ങൾ അതിനെ പിടിച്ച് അകത്തിടേണ്ടതാണ്. ഇമ്മാതിരി കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. കേരളം, തമിഴ്നാട്, ഇത് രണ്ടുമാണ് ഇപ്പം യോജിച്ച് നിൽക്കാനായിട്ട് എല്ലാം റെഡി ആയിട്ടിരിക്കുന്നത്. കട്ടിങ് സൗത്ത് എന്നും പറഞ്ഞിട്ട് ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. എല്ലാം വ്യാമോഹങ്ങളാണ്. ഇവിടെ കുറേ ആൾക്കാർ 2047 ഇവിടെ ഭരിക്കാൻ പോയല്ലോ, അവരെവിടെ പോയി? രാജ, നിങ്ങളും ആ ഗതിയിലേക്ക് വരരുത്. നിങ്ങൾക്ക് വേറെ പണി നോക്ക്. ജനങ്ങളെ സേവിച്ച് വല്ലതും എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഗുണം വരുന്ന കാര്യങ്ങൾ ചെയ്യാൻ നോക്ക്. ജീവിതം നശിപ്പിച്ച് കളയാൻ നോക്ക്. ഇതാണ് ഈ രാജാമാരെ ജനങ്ങൾ ശ്രദ്ധയോടുകൂടി, കരുതലോടുകൂടി, ജാഗ്രതയോടുകൂടി കാണണം. ഇല്ലെങ്കിൽ ഒരു വലിയ അപകടം ചെയ്യുന്ന ക്ഷുദ്രജീവികളായിട്ട് മാറും. നന്ദി, നമസ്കാരം.